പാൻറ്റീസിൽ സ്റ്റെയിൻ ആയി എന്ന് വെച്ചാൽ അത് എന്തായാലും ഇമ്മീഡിയറ്റ്ലി അത് മാറ്റേണ്ടതാണ്. ആ ഒരു ഹെയർ ഒക്കെ സ്റ്റെയിനിലാവും, പാഡിലാവും. ഹേ ഹായ് ഹലോ ഫാം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമില്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പീരീഡ് ഹൈജീൻ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പീരീഡ്സ് ആവുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവും, വയ്യാണ്ട് കിടക്കുമായിരിക്കും. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പീരീഡ്സ് ആവുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ വൈകാണ്ട് വീഡിയോ അധികം ലാഗാക്കുന്നില്ല, വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് സാനിറ്ററി നാപ്കിൻസ് എവറി 4 to 5 hours. ഓക്കെ, ഒരിക്കലും 8 മണിക്കൂറും 7 മണിക്കൂറും ഒന്നും വെക്കരുത്. ഒരു 4-5 മണിക്കൂർ നമ്മളുടെ പേട വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനും ചൊറിച്ചിൽ വരാനും റെഡ്നെസ് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുന്ന ടൈമിൽ ഒരിക്കലും പാഡ് ഫുൾ ടൈം രാവിലെ വരെ വെക്കരുത്. ഒന്നില്ലെങ്കിൽ അലാറം വെച്ച് എണീക്കുക, ഒരു 5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് പാഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ചില ടൈമിൽ നമ്മൾ വിചാരിക്കും ഒരു 6 മണിക്കൂർ വെച്ചു, അധികം ബ്ലഡൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ചുകൂടെ സ്റ്റെയിൻ അധികം ഇല്ല, അപ്പോൾ കുറച്ചുകൂടെ വെക്കാമെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒന്നുമില്ലെങ്കിലും സ്റ്റെയിൻ ഒന്നും ആയിട്ടില്ലെങ്കിൽ കൂടെ ഒരു 5 മണിക്കൂർ വെച്ചാൽ മതി, എന്നിട്ട് മാറ്റണം. ഓക്കെ, അതാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് പാഡ് മാത്രമല്ല, ടാമ്പോൺസ് യൂസ് ചെയ്യുന്നവരാണെന്ന് വെച്ചാലും അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മുടെ സെക്കൻഡ് ടിപ്പ് വന്നിട്ട് വാഷ് യുവർ അണ്ടർ ഗാർമെൻറ്റ്സ് പ്രോപ്പർലി. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാൻറ്റീസൊക്കെ വന്നിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ പാൻറ്റീസ് ആണെന്ന് വെച്ചാലും ഫ്രീക്വൻ്റ്ലി മാറ്റുക. പാൻറ്റീസിൽ സ്റ്റെയിൻ ആയി എന്ന് വെച്ചാൽ അത് എന്തായാലും ഇമ്മീഡിയറ്റ്ലി അത് മാറ്റേണ്ടതാണ്. നമ്മൾ അത്രയും, കാരണം അതിൽ നിന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം, നമുക്ക് ഇച്ചിങ് ഉണ്ടാവാം, നമുക്ക് റെഡ്നെസ് ഉണ്ടാവാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പാൻറ്റീസ് ആണെന്ന് വെച്ചാലും ഫ്രീക്വൻ്റ്ലി മാറ്റിക്കൊണ്ടിരിക്കുക. അത് വാഷ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് വാഷ് ചെയ്ത് വെക്കുക. ഇതാണ് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് കേട്ടോ. കീപ് യുവർ വജൈനൽ ഏരിയ ക്ലീൻ. ഓക്കെ, പീരീഡ്സ് ആവുന്ന ടൈമിൽ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വെജൈനൽ ഏരിയ ഷേവ് ചെയ്യുക, ഹെയറൊക്കെ റിമൂവ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഇല്ലാതെ നമ്മൾ ഹെയർ ഒന്നും റിമൂവ് ചെയ്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം പാഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാൻ നല്ല ചാൻസസ് ഉണ്ട്, ഇൻഫെക്ഷൻ ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു ഹെയറൊക്കെ സ്റ്റെയിനിലാവും, പാഡിലാവും. അപ്പോൾ അതൊക്കെ ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പീരീഡ്സ് ആവണം അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഒന്ന് ഷേവ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക. ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറും ക്രീമും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഒരു ഡവ് സോപ്പ് ഉപയോഗിച്ചിട്ട് ഷേവ് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ ഷേവ് ചെയ്യരുത്. അപ്പോൾ വജൈന ഇവിടെ പൊട്ടാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. നമ്മളുടെ കയ്യിൽ ഷേവ് ചെയ്യുന്നത് പോലെയല്ല, നമുക്ക് പൊട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഡവ് സോപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഷേവ് ചെയ്തോളൂ. കാരണം ഡവ് സോപ്പ് എന്താ ഉപയോഗിക്കാൻ പറയാൻ കാരണം അതിൻ്റെ pH ലെവല് 5.5 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം നമ്മളുടെ സ്കിന്നിൽ. പിന്നെ വജൈനൽ ഏരിയയിൽ മാത്രം സോപ്പ് ഉപയോഗിക്കുക. സോപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡവ് സോപ്പ് ഉപയോഗിക്കുക കേട്ടോ. വേറെ ഒരു സോപ്പും പിന്നെ എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല, കാരണം ഞാൻ ഡവ് സോപ്പാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ യൂസ് ചെയ്യുന്ന റേസർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക, അതും ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ 4ാമത്തെ ടിപ്പാണ് വെയർ കംഫർട്ടബിൾ ആൻഡ് ക്ലീൻ അണ്ടർവെയർ. ഓക്കെ, നമ്മൾ പാൻറ്റീസ് ഉപയോഗിക്കുന്ന ടൈമിൽ കൂടുതലും കോട്ടൺ പാൻറ്റീസ് ഉപയോഗിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാത്തിലും ഇങ്ങനെ ഇൻഫെക്ഷൻ ആവും പറയുന്നത്? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പുകളാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ എടുത്ത് പറയുന്നത്. പിന്നെ വെറ്റായിട്ടുള്ള പാൻറ്റീസ് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. വെറ്റായിട്ടുള്ളത് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ അതിൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വെറുതെ പറയല്ല, കാരണം വെറ്റായത് ഉപയോഗിച്ചാലും ചൊറിച്ചിലും റെഡ്നെസ്സും എല്ലാം വരും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻറ്റീസ് ഉണ്ടല്ലോ, പാൻറ്റീസിൽ സ്റ്റെയിൻ ആകും. അപ്പോൾ ആ സ്റ്റെയിനായിട്ട് കുഴപ്പമില്ല, പാൻറ്റീസിലല്ലേ സ്റ്റെയിൻ ആയതെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കും. അതൊരിക്കലും ചെയ്യരുത്. പാൻറ്റീസിൽ
സ്റ്റെയിൻ ആയെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കളയല്ല, അത് വാഷ് ചെയ്യുക. സ്റ്റെയിൻ ആയ പാൻറ്റീസ് ഉപയോഗിക്കാതിരിക്കുക. അപ്പം നീറ്റ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഭയങ്കര ചിലപ്പോൾ പാൻറ്റീസ് ഇട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് തോന്നിയാൽ അങ്ങനെ ഇടാതിരിക്കുക. വെറ്റായിട്ടൊക്കെ ഇട്ടുമെന്ന് വെച്ചാൽ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ അത് ഉണങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത്. കംഫർട്ടബിളായിട്ട് എന്താണ് അതിപ്പോൾ പാൻറ്റീസ് മാത്രമല്ല, നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിൽ കംഫർട്ടബിളായിട്ട് എന്താണ് വിയർ ചെയ്യാൻ തോന്നുന്നത്, ചിലപ്പോൾ നെറ്റി എടുത്തിടാൻ തോന്നുമായിരിക്കും. അപ്പോൾ അത് ഇടുക, നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ തോന്നുന്നത് അതിടുക, അത്രയേ ഉള്ളൂ. 5ാമത്തെ ടിപ്പ് വന്നിട്ട് ടേക്ക് എ ഹാപ്പി ബാത്ത് ആൻഡ് സ്മെൽ ഗുഡ്. ഓക്കെ, പീരീഡ്സ് ടൈമിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഷവർ ജെൽ എടുക്കുക, ഒരു ലോങ് ബാത്ത് പോവുക, നന്നായിട്ട് കുളിക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കുളിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റോസസ് ഒക്കെ ആ ബക്കറ്റിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് മാറും. നമുക്കത് കുറച്ചൊരു പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് സ്വിങ്സ് മാറും, നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ബാത്ത് പോവുക, നിങ്ങളുടെ ഫേവറേറ്റ് ഷവർ ജെല്ല് കൊണ്ട് കുളിക്കുക. പിന്നെ സ്മെൽ ഗുഡ്. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ഏതാന്ന് വെച്ചാൽ അതൊന്ന് അടിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലർക്ക് ഈ ബ്ലഡ് സ്റ്റെയിന് കണ്ടാലും അതിൻ്റെ സ്മെല്ലും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. നമുക്ക് മൂഡ് സ്വിങ്സ് പിന്നെ കൂടുകയേ ചെയ്യുള്ളൂ, ഭയങ്കര സാഡാവും, ഭയങ്കര ദേഷ്യമൊക്കെ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ബാത്ത് പോവുക. ഓക്കെ, അത്രയേ ഉള്ളൂ. 6ാമത്തെ ടിപ്പ് വന്നിട്ട് ഡിസ്കാർഡ് യൂസ്ഡ് സാനിറ്ററി പാഡ്സ് പ്രോപ്പർലി. ഓക്കെ, നമ്മുടെ വീട്ടിലാണെന്ന് വെച്ചാലും സ്കൂളിലാണെന്ന് വെച്ചാലും ഓഫീസിലാണെന്ന് വെച്ചാലും എവിടെയാണെന്ന് വെച്ചാലും നാപ്കിൻ യൂസ് ചെയ്ത നാപ്കിൻ പാഡ്സ് ഒന്ന് വൃത്തിയായിട്ട് അത് ഡിസ്പോസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഡിസ്പോസ് ചെയ്യണം. പിന്നെ ഇല്ലെങ്കിൽ ചിലവർ റോൾ ചെയ്യും. അപ്പോൾ റോൾ ചെയ്തിട്ട് ഇടുമ്പോൾ അത് ന്യൂസ് പേപ്പറിൽ വെച്ചിടുക. കാരണം അത് എടുക്കാൻ വരുന്ന ആൾക്കാർ മനുഷ്യന്മാരാണല്ലോ. ഞാനിപ്പോൾ ചില ഹോട്ടലിലും ചില അവിടെയൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വേസ്റ്റ് ബിന്നിൽ ഫുള്ള് ഒന്നും വെറുതെ അങ്ങോട്ട് ആ പാഡ് അങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ അവരെടുക്കാൻ വരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എവിടെ പോയി നമ്മൾ വാഷ്റൂമിൽ പോവുകയാണെന്ന് വെച്ചാലും അത് വാഷ്റൂമിൽ പോയിട്ടാണെന്ന് വെച്ചാലും പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് കുറേ വെള്ളം ഒഴിച്ച് കളയാൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക കേട്ടോ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോസിലെ കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, അത് ക്ഷമിക്കണം, വേറെ വഴിയില്ല. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് തല്ലി പൊട്ടിക്കാനും മറക്കരുത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ എനിക്ക് വേണം. അതുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനൊരു ഇഷ്ടവും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.